ജഗതിയുടെ മകൾ പാർവതിയെ മാമോദിസ മുക്കി അൽഫോൻസ ആക്കിയ PC-യുടെ ഗുണപതിയാരം. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും നടൻ ജഗതി ശ്രീകുമാറിന്റെ മകൾ പാർവതിയും ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് ആ ബന്ധം ഒരു വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ കത്തോലിക്ക സഭാംഗങ്ങളായ PC ജോർജും മകനും ഹൈന്ദവ വിശ്വാസിയായ പാർവതിയോടും പിതാവിനോടും ആവശ്യപ്പെട്ടത് മകളെ മാമോദിസ മുക്കി ക്രിസ്ത്യാനിയാക്കണമെന്നാണ്. മനസ്സില്ലാ മനസ്സോടെ അവർ അത് സമ്മതിച്ചു. ഞാൻ സ്നേഹിച്ചത് പാർവതിയെയാണ്, അവളുടെ മതത്തെയല്ല എന്ന് പറയുവാനുള്ള ഉറപ്പ് എന്തുകൊണ്ടോ അന്ന് ഷോൺ ജോർജിന് ഇല്ലാതെ പോയി. അങ്ങനെ 2007 പാർവതി മാമോദിസ മുങ്ങി അൽഫോൻസ എന്ന പേര് സ്വീകരിച്ചു. PC അന്ന് തലക്കൽ നിന്ന് ആമീനടിച്ച് ആ മതം മാറ്റൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തു. പിന്നീട് കത്തോലിക്ക സഭയുടെ ആചാരമനുസരിച്ച് പാർവതിയെ മകന് കല്യാണവും കഴിപ്പിച്ചു കൊടുത്തു. ഒരു ഹിന്ദു പെണ്ണിനെ കൂടി നമ്മുടെ സഭയിലേക്ക് മാമോദിസ മുക്കി ഞങ്ങൾ കൊണ്ടുവന്നില്ലേ എന്നാണെന്ന് PC ഒരു കത്തോലിക്കൻ അച്ചായനോട് പറഞ്ഞത് വളരെ വൃത്തികെട്ട ഒരു പദമായിരുന്നു. അത് പറയുവാൻ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. അന്ന് PC കോൺഗ്രസ് പാളയത്തിലായിരുന്നു. അതോടൊപ്പം അന്ന് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ PC-ക്ക് 100 നാവായിരുന്നു. മൗലവിമാർ പോലും തോറ്റുപോകുന്ന പ്രഭാഷണങ്ങളാണ് അന്ന് PC ജോർജ് നടത്തിയിരുന്നത്. സ്വലാത്ത് നടക്കുമ്പോൾ ഖുറാനെ അടിസ്ഥാനമാക്കി പ്രഭാഷണം പോലും PC അന്ന് നടത്തുമായിരുന്നു. അന്ന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൊണ്ടായിരുന്നു PC ജോർജ് ജയിച്ചിരുന്നത്. അക്കാലത്ത് ഈരാറ്റുപേട്ടയിൽ PC ജോർജ് നടത്തിയ ഒരു പ്രഭാഷണം കേൾക്കുക. മുസ്ലിമാത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവന് ജീവിതചര്യകൾ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കയിലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത്. മനസ്സിലായോ? ഞാൻ ഈയിടെ അവിടെ പോയപ്പോ ജിദ്ദക്ക് പോവാ. അപ്പൊ പേട്ട നമ്മള് ജിദ്ദക്ക് പോവാന്ന് പറയും. എന്തിനു പോവാ? ഞാൻ ഉംറയ്ക്ക് പോവാന്ന്. ഇവിടെ മലപ്പുറം വരെ ഒന്ന് പൊന്നാനി വരെ വരേണ്ടി വരും. ഞാൻ അതറിയില്ലാത്ത മുസ്ലിങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ചു. ഞാന് ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. എന്നാൽ PC-യുടെ കയ്യിലിരിപ്പ് കൊണ്ട് മുസ്ലിം സമുദായം PC-യുമായി അകന്നു. അവർ PC-യെ പൂഞ്ഞാറ്റിൽ 8 നിലയിൽ തോൽപ്പിച്ചു. അന്ന് തൊട്ട് തുടങ്ങിയ തെറിവിളിയാണ്. മുസ്ലിം സമുദായത്തെ അവർ വോട്ട് ചെയ്തപ്പോൾ അവർ ദൈവദൂതന്മാരായിരുന്നു PC-ക്ക്. എന്നാൽ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ തീവ്രവാദികളായി. ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോഴാണ്, പോകാൻ യാതൊരു പോക്കടവുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് സംഘപരിവാർ ഇവിടെ വർഗീയത ആളിക്കത്തിക്കുവാൻ പറ്റിയ ആ നാറിയ നാക്ക് PC-യുടേതാണെന്ന് മനസ്സിലാക്കി BJP-യിലേക്ക് അപ്പനും മകനും പ്രവേശനം നൽകിയത്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാവരും തന്നെ ഹൈന്ദവരിൽ നിന്ന് മതം മാറിയവരാണെന്നും അതുകൊണ്ടാണ് ഇന്നത്തെ സുറിയാനി ക്രിസ്ത്യാനി എന്ന് മേനി നടിക്കുന്ന PC ജോർജും സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനും എല്ലാം ചേട്ടനും അനിയനും പോലെ ഇരിക്കുന്നത്. ഈ മർമ്മം PC-ക്ക് അറിയാം. മതമേതായാലും കുടന്നന്നായാൽ മതി എന്നാണ് PC മകന്റെ കല്യാണ സമയത്ത് പറഞ്ഞ മഹത് വചനം. ഒരു ഹൈന്ദവ സ്ത്രീയെ മതം മാറ്റി പാർവതിയെ അൽഫോൻസ ആക്കിയ മുതലുകളാണെന്ന കാര്യം BJP സൗകര്യപൂർവ്വം മറന്നു. അന്നു തൊട്ട് അപ്പനും മകനും വർഗീയ വിഷം ചീറ്റിത്തുടങ്ങി. ഒടുവിൽ ഒരു ചാണക ചാനലിൽ ചർച്ചക്കിടയിൽ നടത്തിയ വർഗീയ പരാമർശങ്ങളെ തുടർന്ന് അകത്തായി. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് അയ്യം വിളിച്ച് കരഞ്ഞതിനാൽ PC ജയിലിൽ പോയില്ല. 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും ഇതാ കുത്തൽ തുടങ്ങി. അകത്തായ ജാളിതയും നാണക്കേടും മറയ്ക്കുവാൻ ഇപ്പോൾ അപ്പനും മകനും ഇതാ പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ പാറ പൊട്ടിക്കുവാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്നും 2 മുസ്ലിം നാമധാരികളായ ഷിബിലിനെയും കൂട്ടാളി മുഹമ്മദ് ഫാസിലിനെയും അറസ്റ്റ് ചെയ്തിരുന്നു.
കട്ടപ്പന പുളിയമ്മലയ്ക്ക് സമീപത്ത് നിന്നാണ് 300 ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും 200 ജലാറ്റിൻ സ്റ്റിക്കുകളും പോലീസ് പിടിച്ചെടുത്തത്. ഹൈറേഞ്ച് മേഖലയിലെ അനധികൃത പാറമടകളിലേക്കും കുളം കിണർ പണിക്കാർക്കും കൈമാറുവാനാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നാണ് വിവരം. ഇവർ മുസ്ലിം തീവ്രവാദികളാണെന്നാണ് ജോർജ് പറയുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പും നൂറുകണക്കിന് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുമായി ജോർജുമാരെ വരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. കളമശ്ശേരിയിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ ഹാളിൽ ബോംബ് സ്വന്തമായി നിർമ്മിച്ച് സ്ഫോടനം നടത്തിയത് ഒരു ക്രിസ്ത്യാനിയാണെന്ന കാര്യം ജോർജ് മറന്നുപോയി. ഇപ്പോൾ ജോർജ് വീണ്ടും ഇതാ 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടമായി എന്ന മുനതേഞ്ഞ വാദവുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നാണ് PC ജോർജിന്റെ പുതിയ കണ്ടുപിടുത്തം. മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയത്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുവാൻ തയ്യാറാവണം. യഥാർത്ഥം മനസ്സിലാക്കി രക്ഷകർത്താക്കൾ പെരുമാറണമെന്നാണ് PC ജോർജിന്റെ ഉപദേശം. പാലായിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കവെയായിരുന്നു PC ഇപ്രകാരം പറഞ്ഞത്. വൈകിട്ടായാൽ അടിച്ച് കിണ്ടിയായി തെരുപ്പാട്ട് നടത്തുന്ന മുതലാണ് ഈ ഉപദേശം നൽകിയതെന്ന് ഓർക്കണം. സംസ്ഥാനത്ത് ലവ് ജിഹാദ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് 2020 ഫെബ്രുവരി 4-ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി വെളിപ്പെടുത്തിയത്. കേന്ദ്ര ഏജൻസികളൊന്നും തന്നെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ലവ് ജിഹാദ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് അംഗം ബെന്നി ബെഹനാന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അന്ന് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ഇല്ലെന്ന് പറഞ്ഞത് സൗകര്യപൂർവ്വം മറച്ചു പിടിച്ചുകൊണ്ടാണ് ജോർജ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ ഹിന്ദുത്വ ശക്തികൾ പോലും ഈ അടുത്ത കാലത്തായി ഉപേക്ഷിച്ച തേഞ്ഞ ആരോപണമാണ് ജോർജ് പൊടിതട്ടി വീണ്ടും എടുത്തിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കുവാനുള്ള അവസാന അടവായിട്ടാണ് ജോർജിന്റെ ഈ പുതിയ തേഞ്ഞ ആരോപണത്തെ വിലയിരുത്തുന്നത്. മീനച്ചിൽ താലൂക്കിൽ 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടമായെന്ന് ജോർജ് അവകാശപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിന്റെയോ പഠനത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു കണക്ക് അവതരിപ്പിക്കുന്നതെന്ന കാര്യം ജോർജ് പറയുന്നില്ല. വായിൽ തോന്നിയത് കോതയ്ക്കപ്പാട്ട് എന്ന മട്ടിലാണ് ഇയാളുടെ ആരോപണങ്ങൾ. സംസ്ഥാനത്തെ പോലീസോ മറ്റ് സമുദായ സംഘടനകളോ നാളിതുവരെ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായി കേട്ടിട്ടില്ല. അവരുടെ കയ്യിൽ യാതൊരു സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല. 2021 ഒക്ടോബറിലും ജോർജ് സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ ലവ് ജിഹാദിനിരയായ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പേരുവിവരങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറുമെന്നായിരുന്നു PC ജോർജ് അന്ന് പറഞ്ഞത്. 200ഓളം പെൺകുട്ടികളുടെ പേരുവിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം അന്ന് അവകാശപ്പെട്ടിരുന്നു. കാണാതായവരുടെ പേരുവിവരങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറിയതായി അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല. റാന്നി വെച്ചുച്ചിറയിൽ നിന്ന് കാണാതായ ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനം NIA അന്വേഷണം ആവശ്യപ്പെട്ട് ക്രൈസ്തവ സംയുക്ത സമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ സംസാരിക്കുമ്പോഴാണ് 200 പേരുടെ ലിസ്റ്റിന്റെ കാര്യം PC അന്ന് പറഞ്ഞത്. BJP നേതാക്കളോട് പറയുവാനുള്ളത്, ഈ വാപോയ കോടാലിയെ ഇനി നിങ്ങൾ വാതുറക്കുവാൻ സമ്മതിക്കരുത്. ഇവൻ യാതൊരു നിലപാടുമില്ലാത്ത അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പൊന്നുമോനാണെന്ന് മാലോകർക്ക് മുഴുവൻ മനസ്സിലായി കഴിഞ്ഞു. ഈ വൃത്തികെട്ടവൻ ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ കൊള്ളാവുന്ന ഒരൊറ്റ ക്രിസ്ത്യാനി പോലും BJPക്ക് വോട്ട് ചെയ്യില്ല. ആദ്യം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നടന്ന ഇവൻ ഇന്നവരെ തീവ്രവാദികൾ എന്നാക്ഷേപിച്ച് നടക്കുന്നത് ഇവനെ തോൽപ്പിച്ച ചുരുക്കമുണ്ടാണെന്നതിനുള്ള ഒരു തെളിവാണ് ഞങ്ങൾ കാണിച്ച ആ വീഡിയോ. ലവ് ജിഹാദ് മൂലം 100 കണക്കിന് പെൺകുട്ടികൾ പോയിട്ടുണ്ടെന്ന് PC പറയുന്നു. നാണവും മാനവും ഇല്ലാത്ത PC ജോർജെ, തനിക്ക് 4 പേരുടെ ലിസ്റ്റ് പുറത്തുവിടാമെങ്കിൽ തന്റെ അപ്പൻ ജോർജ് തന്നെയാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം. അതുപോലെ അൽഫോൻസ ആക്കിയ തന്റെ മരുമകളെ തിരിച്ച് പാർവതിയാക്കാൻ സാധിക്കുമോ? അതിനുള്ള ഉറപ്പ് തനിക്കും മകനുമുണ്ടോ? ഒരു ഹൈന്ദവ യുവതിയെ നിന്റെ മകന് മതം മാറ്റി കത്തോലിക്കത്തിയാക്കി കെട്ടാമെങ്കിൽ ഒരു കോയയ്ക്ക് മതം മാറ്റി കെട്ടിക്കൂടിയേ? PC കത്തോലിക്ക സഭ മറ്റൊരു ക്രൈസ്തവ സഭയിലേക്ക് കെട്ടിക്കാൻ പോലും കുറി കൊടുക്കാത്ത സഭയാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യ മഹാരാജ്യത്തെ പ്രായപൂർത്തിയായ ഏതൊരു പുരുഷനും സ്ത്രീക്കും ഏത് മതവിഭാഗങ്ങളിലുമുള്ള ആളെയും വിവാഹം കഴിക്കാമെന്നിരിക്കെ മുസ്ലിം വിഭാഗത്തിലേക്ക് മാത്രം മതം മാറിയാൽ നിനക്ക് വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ മകൻ ഷോൺ ജോർജ് എന്തുകൊണ്ടാണ് ഒരു കത്തോലിക്കത്തെ കെട്ടാഞ്ഞത്? കത്തോലിക്ക പെൺകുട്ടികൾക്ക് തന്റെ മകന് സഞ്ചരിക്കുവാൻ പറ്റാവുന്ന കാർ ഇല്ലാത്തത് കൊണ്ടാണ്. ആദ്യം താൻ തന്റെ മക്കളെ നന്നാക്കുവാൻ നോക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുക. മാണിയുടെ മരുമകളുടെ ഔദാര്യമാണ് തന്റെ മകന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് മനസ്സിലാക്കുക. നിഷയുടെ ബുക്ക് നാട്ടുകാർ വായിച്ചാൽ അന്ന് തീർന്നു തന്റെ മകന്റെ രാഷ്ട്രീയ ഭാവി. കുടുംബകാര്യം അറിയില്ല. താങ്കൾ ദയവ് ചെയ്ത് ഇമാതിരി തേഞ്ഞ വർഗീയതയുമായി ഇനി ഇറങ്ങരുത്. താങ്കളുടെ സഭ ഇത്രയും കൂതാശകൾ നടത്തിയിട്ടും ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടും നിന്റെയൊക്കെ പെൺമക്കൾ നല്ല കാക്കാച്ചർക്കന്മാരുടെ പുറകെ പോകുന്നെങ്കിൽ സ്വയം ഒരു ആത്മപരിശോധന
നടത്തുക. ഈ പുല്ലുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുക. ഒരു സീറ്റിന് വേണ്ടി അപ്പനും മകനും നാട്ടിലിറങ്ങി കക്കൂസമേദ്യം വലിച്ചെറിയരുത് എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകുന്നു. അടങ്ങിയാൽ അപ്പനും മകനും കൊള്ളാം. സരിത വാതുറന്നാൽ അപ്പൻ്റെ കാര്യം തീരും. മാണിയുടെ മരുമകൾ വാതുറന്നാൽ മകന്റെയും കാര്യം തീരും. ഈ തീട്ടങ്ങളെ ചുമക്കണോ എന്ന് BJP നേതൃത്വം ആലോചിക്കുക. ഈ നാടൻ പഴഞ്ചൊല്ല് ഈ അപ്പനെയും മകനെയും മാത്രം ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. തൂറിയവനെ ചുമന്നാൽ ചുവന്നവനും നാറും. അല്ലാതെ തന്നെ ആവശ്യത്തിന് മാറ്റമുണ്ടല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.